ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മണിയായി കാണും. ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ വേറൊരാളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അടുത്ത് കിടക്കുകയാണ്. ഇവളുടെ പേര് കറമ്പി എന്നാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ്. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ കാണും. അതുപോലെ നമ്മളിങ്ങനെ തൊടുന്നതും പിടിക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്നാമത്തെ കാര്യം, രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഇവളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വർത്താനവും പറഞ്ഞ് ഇവളുടെ തലയിലൊക്കെയും തൊട്ട് ഇവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കലാണ് എൻ്റെ ഏറ്റവും വലിയ പണി. കണ്ടോ, ഇവളെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തലോടുന്നത് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ഞാൻ കുറേ കഴിയുമ്പോൾ എനിക്കൊരു കിരിയിരിപ്പ് വരും. അത് കഴിയുമ്പോഴത്തേക്ക് ഇവൾ ഓടി അങ്ങ് പോവാറാണ് പതിവ്. ഇപ്പോൾ ഇത്രയും നേരം ഞാൻ കിടന്നപ്പോൾ ഇവൾ നോക്കുകയാണ്. ഇപ്പോൾ തന്നെ സമയം നോക്കിക്കുക, സമയം ഏകദേശം നല്ലൊരു ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. നല്ല ക്ഷീണത്തോടൊക്കെയാണ് എഴുന്നേറ്റത്. മുടിയും ഒക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലോ. പിന്നെ അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, എൻ്റെ കണ്ണിൽ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾ ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഉറക്കമില്ല. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോവാണ്. പക്ഷേ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, പുറത്ത് നല്ല വെയിലുണ്ട്. പിന്നെ ദാണ്ടേ കറമ്പി ഇതാ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ അവളെ ചെന്നൊരു കുത്തി. അപ്പോൾ അവൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ്, ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ എന്നിങ്ങനെ നോക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവളുടെ നോട്ടം കാണുമ്പോഴത്തേക്ക് എനിക്കും ഒന്ന് കളിപ്പിക്കാനായിട്ട് തോന്നും. ദാണ്ടേ പുറത്ത് നല്ല വെയിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമറയിലൂടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല വെയിലുണ്ട്. ഇവിടെ നാരങ്ങ ഉണക്കാനായിട്ട് വെച്ചേക്കുകയാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ടുള്ള നാരങ്ങയാണ്. ഇതിങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. നല്ല മണമാണ് ഈ നാരങ്ങ ഉണക്കി അച്ചാറിന് കേട്ടോ. അപ്പം കുളിക്കണം വേണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ മനസ്സിൽ വന്നത്. അതായത് എന്തായാലും ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ഒരു പരിഹാരം നോക്കണം. ഹെയറും വല്ലാണ്ടിരിക്കുകയാണ്, ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഷൂട്ടും ക്ലാസ്സും ഒക്കെ വരുന്ന സമയത്ത് ഹെയർ ഒന്നും നോക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നല്ല രീതിയിൽ എണ്ണ എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ച് ഹെയറിന് എന്തെങ്കിലും ഒരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴുത്തിൻ്റെ സൈഡിലൊക്കെ കറുപ്പുണ്ട്, പിന്നെ നഖമൊക്കെ വളർന്ന് കിടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല, ഭയങ്കര മടിച്ചിയാണ് ഞാൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നല്ല പനിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ ചുമ വിട്ടുമാറാൻ ഭയങ്കര പാടാണല്ലേ. അപ്പോൾ ഇതാണ് എണ്ണ. പക്ഷേ ഇത് ഹോർലിക്സ് ഒന്നും അല്ല കേട്ടോ. കാണുമ്പോൾ ഹോർലിക്സ് ആണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് തലയിൽ തേക്കുന്ന എണ്ണയാണ്. അപ്പോൾ ഞാൻ മണപ്പിച്ച് നോക്കുകയാണ്. എണ്ണ തന്നെയാണ്, വെളിച്ചെണ്ണ തന്നെയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് തലയിൽ തേക്കുന്നത്. അപ്പോൾ തലയിൽ തേക്കുന്ന രീതിയുണ്ട് ഗൈസ്. ആദ്യം ഇതുപോലെയാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ടത്. നമ്മൾ 5 വിരൽ വെച്ചിട്ട് നമ്മൾ എണ്ണയിൽ മുക്കിയിട്ടാണ് തേക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് വീഡിയോ കാണിക്കുന്നത്. വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ വന്നിട്ട് മുഖത്ത് തേച്ചിട്ടുണ്ട്. പിന്നെ അതാണ്ടേ ഇപ്പം ഞാൻ തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തൈരാണ് കേട്ടോ. കട്ട തൈര് മുഖത്ത് തേക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ ടാൻ കാര്യങ്ങളൊക്കെ പോയിട്ട് മുഖത്ത് കുറച്ച് ഗ്ലോ ഒക്കെ വരും. അപ്പോൾ ഇത് കുറേ നേരം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ പറ്റണം. ഇപ്പോൾ ഈ ഒരു മുഖം കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മുഖം ചൊറിച്ചിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് ഇത് യൂസ് ചെയ്യരുത്. കണ്ണിന് താഴെയും ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, ചിലപ്പോൾ ചൊറിച്ചിലുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം. കുളിച്ചിട്ട് വന്നിട്ട് അവളുടെ കോലമാണ്. നിങ്ങൾ നോക്കിക്കോ, ഉണ്ടോ മുഖത്ത് ചെറിയൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. ഡാർക്ക് സർക്കിൾ ആദ്യം കൊണ്ടൊന്നും മാറത്തില്ല. അതുകൊണ്ട് ഇതാണ് ഫുഡ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഉച്ചയായി അപ്പോഴത്തേക്ക് ദാണ്ടേ ചുവന്ന കിച്ചടി ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ ഇത് ചൂരക്കറി, പിന്നെ ചോറ്, ചമ്മന്തി, പിന്നെ കണവാത്തോരൻ ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു. അതുപോലെ ഇത് ചൂര വറുത്തതാണ് കേട്ടോ. ഇന്നലത്തെ ചൂര. എനിക്ക് എല്ലാം തലേന്നത്തെ കറി ഭയങ്കര ഇഷ്ടമാണ്. അതായത് ബീഫൊക്കെ വെക്കുമ്പോൾ തലേന്നത്തെ കറി അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നമ്മൾ ഇന്ന് വെക്കുന്നത് ഇന്ന് തന്നെ കഴിക്കരുത് ഗൈസ്, അത് തലേന്ന് നമ്മൾ കഴിക്കണം. അടിപൊളിയാണ്. പിന്നെ ഞാൻ ടി വിയും കണ്ടാണ് സാധാരണ കഴിക്കാറുള്ളത്. കണ്ടോ, സൈഡിൽ റിംഗ് ലൈറ്റ് ഉണ്ട്. ഒന്നെങ്കിൽ റിംഗ് ലൈറ്റ് അല്ലെങ്കിൽ ടി വി, എന്നിട്ട് ചോറ്. റിംഗ് ലൈറ്റ്, ടി വി, ചോറ്. ഞാൻ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ബാക്കി കുറച്ച് വറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കാൻ ഭയങ്കരമായിട്ട് ലേറ്റാവും. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ടാറ്റാ. ഓക്കെ, അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വന്നു ഗൈസ്. കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു കണ്ണൊന്നും എഴുതാമെന്ന്. വീട്ടിൽ നിൽക്കുമ്പോൾ സാധാരണ എല്ലാവരും കണ്ണെഴുതാറില്ല, പക്ഷേ ഞാൻ കണ്ണെഴുതിയിട്ടൊക്കെയാണ് നിൽക്കാറുള്ളത്. എപ്പോഴും ഞാനിങ്ങനെ ഒരുങ്ങി നിൽക്കും. എനിക്ക് കണ്ണാടി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ കണ്ണെഴുതിയിട്ട് നിൽക്കും. പിന്നെ എനിക്ക് കണ്ണാടി നോക്കാതെ കണ്ണെഴുതാനായിട്ട് നന്നായിട്ട് അറിയാം എന്ന് ഞാനിങ്ങനെ പൊക്കി പറയാറുണ്ട്. അതുമാത്രം എനിക്ക് ആകെ ചെയ്യാനറിയാം. അപ്പോൾ നന്നായിട്ട് ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട്. നന്നായിട്ടെന്ന് ഞാൻ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ ജസ്റ്റ് ഒരു പൊട്ടൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി മുടിയൊക്കെ ഒന്ന് കോതി പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടിയിലോട്ട് നോക്കി
നോക്കിക്കൊണ്ട് ഞാൻ സുന്ദരിയാണോ എന്ന് നോക്കി. എന്നിട്ട് വേണ്ടേ ഇത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കഴിക്കാറുണ്ട് കേട്ടോ, ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പം നോക്കുമ്പോൾ നഖവും കയ്യിലും ഒക്കെ ടാനുണ്ട്. പിന്നെ നഖം എന്തെങ്കിലും ഒരു നെയിൽ പോളിഷ് ഒന്ന് ചെയ്യണം. നഖം എന്തായാലും വെട്ടാനായിട്ട് പ്ലാനില്ല, ഉടനെ വെട്ടുന്നില്ല. അപ്പം വേണ്ടേ ഹലോ ഗെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നഖം വെട്ടാനായിട്ട് പോവുകയാണ്. നഖം വെട്ടാനല്ല ഗെയ്സ്, നഖം കളർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ വേണ്ട ഇത് തുറക്കാനായിട്ട് നോക്കുകയാണ്, പറ്റുന്നില്ല. നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കുകയാണ്. കുറേ നാളായി ഞാൻ ഈ നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. എപ്പോഴൊക്കെ ഇട്ടത് അത് ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ പോത്തില്ല, പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ മുറുക്കിയാണ് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. മുറുക്കി പോയതാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് ഇടാം അല്ലേ. അപ്പോൾ അതാണ്ടേ ആഹാരമൊക്കെ കഴിച്ചിട്ട് എൻ്റെ അടുത്ത പരിപാടി ഇതാണ്. വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ എന്തായാലും ഒരുങ്ങാൻ പറ്റൂ. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ സമയം കിട്ടാറില്ല. കൂടുതലും തിരക്കുള്ള ഒരു ലൈഫായതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നോക്കാനുള്ള സമയം കിട്ടാറില്ല. അപ്പം മാക്സിമം ഞാനിങ്ങനെ 5 വിരലിലും നെയിൽ പോളിഷൊക്കെ ഇട്ടു. അതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് എന്തോ ഒരു ഇത്, അപ്പുറത്തെ വിരലിലൊരു വിഷമമാവത്തില്ലേ എന്ന് തോന്നിയുകൊണ്ട് ഞാൻ അപ്പുറത്തെ വിരലിലും ദാണ്ടെ വാരി ഇട്ടു. സാധാരണ നിങ്ങളിപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുമായിരിക്കും അപ്പുറത്തെ വിരലിൽ ഇങ്ങനെ ഇതിടരുത്, ഈ ക്യൂടെക്സ് ഇടരുത്. പക്ഷേ ഞാൻ ഇട്ടു ഗൈസ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? മുഖത്തൊക്കെ ഇടയ്ക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷേ കൊള്ളാം അല്ലേ? എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.